നമസ്കാരം. ഞാൻ ഡോക്ടർ സുബിത ഭരതൻ, സെൻറ്റ് ജോസഫ് ട്രസ്റ്റ് മഞ്ഞുമൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് അധികം പേർക്കും ഒത്തിരി അറിയാവുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ എന്നാലും പൂർണ്ണമായും അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു കണ്ടീഷൻ കൂടിയാണ്. അതാണ് ഫീവർ, അതായത് പനി. പനി എന്ന് പറയുമ്പോൾ അത് ഒരു അസുഖമല്ല, അതൊരു സിംറ്റം മാത്രമേ ഉള്ളൂ. നമ്മുടെ അകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാമെന്നൊരു സംഭവമാണ് പനി. അധികം പേരും എന്താ ചെയ്യുക, ക്ലിനിക്കിൽ വരും, അവർ പറയും 7 ദിവസമായി പനിച്ചു തുടങ്ങിയിട്ട് ഡെയിലി ഞങ്ങളൊരു പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്, എന്നാലും കുറയുന്നില്ല. അപ്പോൾ അത് പനി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സിംറ്റം. അപ്പോൾ നമുക്ക് ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുമ്പോഴത്തേക്കും കുറയണമെന്നില്ല. നമുക്കുള്ള അകത്തുള്ള ഇൻഫെക്ഷൻ കുറയാണ്ട് ഇത് മാറത്തില്ല. അപ്പോൾ പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ടൈപ്പ് പനികളുണ്ട്. അതിൽ ബാക്ടീരിയൽ പനികളുണ്ട്, വൈറൽ പനികളുണ്ട്, ഫംഗസ് അതായത് പൂപ്പൽ ഉണ്ടാക്കുന്ന പനികളുണ്ട്, പിന്നെ ചില പ്രോട്ടോസോവാസ്, പാരസൈറ്റ്സ്. ബാക്ടീരിയ പറയുമ്പോഴത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു കഫക്കെട്ട്, സൈനസ് കഫക്കെട്ട്, ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെ കഫക്കെട്ട്, പിന്നെ മൂത്രപ്പഴുപ്പ്, പിന്നെ എലിപ്പനി, ഇതെല്ലാം ബാക്ടീരിയ കാരണം ഉണ്ടാക്കുന്ന ഒരു പനിയാണ്. വൈറസ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ജലദോഷപ്പനി, പിന്നെ കാണുന്നത് ഡെങ്കിപ്പനി, പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തപ്പനി. പിന്നെ കാണുന്നത് ഫംഗസിലെ പനികളാണ്. അതായത് നമ്മുടെ കാണുന്ന ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഉണ്ടാവുന്ന പനികൾ, നമുക്ക് ഷുഗർ ഉള്ളപ്പം അല്ലെങ്കിൽ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പനി ഈ പൂപ്പൽ വഴി ഉണ്ടാവുന്ന പനിയാണ്. പിന്നുള്ളത് പാരസൈറ്റ്സ് ഉണ്ടാക്കുന്ന പനി, അത് ഈ മലേറിയ എന്ന പോലത്തെ ഒരു പാരസൈറ്റ്സ്, അതൊരു എക്സാമ്പിളാണ്. അതാണ് നമ്മൾ കോമൺലി കാണുന്ന പനികൾ. ഇപ്പം നമ്മൾ പനിയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ വെച്ചാൽ, യൂഷ്വലി നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നോർമലായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് 2 ദിവസം കൊണ്ട് തന്നെ പനി കുറയാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം ഈ പനി വരുന്ന ആ വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയനെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് 2 ദിവസത്തിനും കൂടുതൽ നിൽക്കുന്ന പനികൾക്ക് നമുക്ക് യൂഷ്വലി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരും. അപ്പം അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ലേറ്റ് ആക്കാൻ തന്നെ ഒരു ഡോക്ടറെ കാണുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ അറിയേണ്ട കുറച്ച് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് വെച്ചാൽ, വൈറൽ പനിയുടെ സിംറ്റംസ് ആണ് ശക്തമായിട്ടുള്ള ബോഡി പെയിന്, പിന്നുള്ളത് ശക്തമായിട്ടുള്ള പനി. നമുക്ക് ഡോളോ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പനി കുറയത്തില്ല. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഫീവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ യൂഷ്വലി വൈറൽ ഫീവേഴ്സിന് കാണുന്നത്. പിന്നുള്ളത് ഒട്ടും വിശപ്പില്ലായ്മ, വോമിറ്റിംഗ്, ലൂസ് മോഷൻസ്, പിന്നെ വായ്ക്ക് കയ്പ്പ്. ഇതൊക്കെ പെർസിസ്റ്റ് ചെയ്തിട്ട് 2 ദിവസത്തിന് കൂടുതൽ ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കാണിക്കേണ്ടതാണ്. കാരണം ഈ വൈറൽ പനികൾ അധികം നമ്മുടെ ബാക്കി സിസ്റ്റംസിനെ കൂടെ ബാധിക്കും. അതായത് നമ്മൾ ലിവറിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ലങ്സിനെ ബാധിക്കും, ബാക്കി ബോഡി മസിൽസിനെ ബാധിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഈ കോംപ്ലിക്കേഷൻസ് വരും. നമ്മളപ്പോൾ ചെയ്യേണ്ടത് 2 ദിവസം കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കേണ്ടതാണ്. താങ്ക് യു.